ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് മടങ്ങിയവർ സഞ്ചരിച്ചിരുന്ന ബസ്സും ഓട്ടോറിക്ഷയും അപകടത്തിൽപ്പെട്ടു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. കിളിമാനൂരിൽ സ്ത്രീകളും കുട്ടികളും സഞ്ചരിച്ച ഓട്ടോ കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഗിരിജാകുമാരി, സൂര്യ എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ധനുവച്ചപുരത്താണ് ബസ് ഓടയിൽ വീണത്. റോഡ് നവീകരണത്തിനായി എടുത്ത ഓടയിലാണ് ബസിന്റെ പിൻഭാഗം അകപ്പെട്ടത്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും. അജീഷ്, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? അവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട്? അത് ആദ്യം പറയൂ. ശ്രീനിത, ഇന്ന് പൊങ്കാല കഴിഞ്ഞ് മടങ്ങിയ സംഘങ്ങളാണ്. രണ്ട് സ്ഥലത്താണ് അപകടം നടന്നത്. ഒന്ന് കിളിമാനൂർ MC റോഡിലാണ്. തട്ടത്തുമല സ്വദേശികളായ ഗിരിജകുമാരി, സൂര്യ എന്നിവർക്കാണ് ഈ പരിക്കേറ്റത്. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കിളിമാനൂരിൽ നിന്ന് തട്ടത്തുമലയിലേക്ക് വരികയായിരുന്നു ഈ ഓട്ടോ. ഈ സമയം റോഡിന്റെ ഇടതുവശത്ത് നിർത്തിയിരുന്ന കാറ് വലതുവശത്തേക്ക് തിരിയുമ്പോൾ ഓട്ടോയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഓട്ടോ ഡ്രൈവറും യാത്രക്കാരായ 2 കുട്ടികളും പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. പരിക്കുള്ളവർ അത് ഗുരുതരമായ പരിക്കുകളാണ്. അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. മറ്റൊരു അപകടം തിരുവനന്തപുരം ധനുവച്ചപുരത്താണ് നടന്നിട്ടുള്ളത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം പാറശാല ഡിപ്പോയിൽ നിന്ന് സ്പെഷ്യൽ സർവീസ് നടത്തിയ ഒരു ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അത് തിരുവനന്തപുരത്ത് നിന്നും ധനുവച്ചപുരം വഴി മഞ്ചവിളാകത്തേക്ക് പോവുകയായിരുന്നു. ഈ സമയത്ത് റോഡിന്റെ വശത്ത് ഓട നിർമ്മാണം നടക്കുകയായിരുന്നു. ഈ കുഴിയിലായിരുന്നു അകപ്പെട്ടത്. പിന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന JCB ഉപയോഗിച്ചാണ് ബസ്സിനെ കരകയറ്റി വിട്ടത്. ബസ്സിനകത്തുണ്ടായിരുന്ന യാത്രക്കാർക്കാർക്കും പരിക്കില്ല. ശരി, ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് മടങ്ങുമ്പോൾ സംഭവിച്ച 2 അപകടത്തിന്റെ വിവരങ്ങളാണ് അജീഷ് ജയകുമാർ നൽകിയത്.